കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി. ഇടുക്കി കുട്ടിക്കാനത്തെ കള്ളിവയലിൽ മിസ്റ്റി മൗണ്ട് പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ 12,500 ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻപ്രിഡിൽ ഓസ്ട്രേലിയയിലെ AXL സിസ്റ്റംസ് ഡയറക്ടർ നിക് ലാൻകുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷനിലെത്തിയത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു. ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം, വളപ്രയോഗം, കളനശീകരണം, വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളേക്കാൾ ചിലവ് കുറച്ചുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. Many countries are using helicopters for various reasons. It could be for the spraying, could be for monitoring, it could be for also cattle management as well. Our aim with Axel drones with India and the global in Australia is to help reduce the amount of reliance on helicopters. ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ, കാർഷിക സംരംഭ മേഖലകളിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഫാം കൃഷിയിട നിരീക്ഷണം, ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം, പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതിയെന്ന് ഡാവിൻപ്രിഡിൽ നിക് ലാൻകുബ എന്നിവർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.